ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ പ്രതാപൻ. ഇന്നത്തെ വിഷയം ഈ അംഗനവാടി പ്രവർത്തകർക്കും ആശാപ്രവർത്തകർക്കും സാക്ഷരതാ പ്രേരകർക്കും അംഗൻവാടി ഹെൽപ്പർമാർക്കും പാചക തൊഴിലാളികൾക്കും എല്ലാം അവരുടെ ശമ്പളത്തിൽ വർധന ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പ്രഖ്യാപനമാണ്. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. അതേസമയം പത്രത്തിൽ വന്ന ഒരു കാര്യം, ആശാ വർക്കർമാർക്ക് 1000 രൂപ കൂട്ടിയത് അത് അവർക്ക് അപമാനകരമാണ് എന്നുള്ളത്. അംഗൻവാടി വർക്കറും ആശാ വർക്കറുമായിട്ട് കമ്പയർ ചെയ്താൽ അവരുടെ ജോലി ഭാരം നോക്കുകയാണെങ്കിൽ അംഗൻവാടി വർക്കർമാർ വളരെയധികം ജോലി ഭാരം ഉള്ളവരാണ്. ഉദാഹരണത്തിന്, അംഗൻവാടി വർക്കർമാർ അവരുടെ അംഗൻവാടി പരിധിയിലുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു. അവരുടെ കുത്തിവയ്പ്പിന് പ്രതിരോധ കുത്തിവയ്പ്പ്, പോളിയോ തുടങ്ങിയവയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾക്ക് 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അനുപൂരക പോഷകാഹാരം അവിടെ നൽകുന്നു. അതോടൊപ്പം 3 വയസ്സിന് താഴെ 6 മാസത്തിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു അമൃതം പൊടി അംഗൻവാടികളിൽ ഉള്ള കണക്കനുസരിച്ച് ആ കുട്ടികൾക്ക് എത്തിക്കുന്ന ജോലിയിലും അംഗൻവാടി വർക്കർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കാലാകാലങ്ങളിലുള്ള ആരോഗ്യ പരിശോധന, അതിനുവേണ്ടി അവരുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ചാർട്ട് സൂക്ഷിക്കുക, അംഗൻവാടിയുടെ ഭക്ഷണവും കണക്കുകളും ഒക്കെ അനുസരിച്ച് അനേകം രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, എല്ലാ മാസവും മദേഴ്സ് മീറ്റിംഗ് നടത്തുക, എല്ലാ ആഴ്ചയിലും മദേഴ്സ് മീറ്റിംഗ് നടത്തുക, സ്ത്രീ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, വയോജന ഗ്രാമസഭയിലെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുക, സാധാരണ ഗ്രാമസഭയിലെയും കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുക, ഭവന സന്ദർശനങ്ങൾ നടത്തുക. അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടികളുമായിട്ട് പഞ്ചായത്തിനെ സഹായിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ വഴി വളരെ അധികം ചുമതലകൾ ഈ അംഗൻവാടി വർക്കർ ഈ കുറഞ്ഞ വേതനം പറ്റിക്കൊണ്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രീ സ്കൂൾ വിദ്യാഭ്യാസമാണ് ഇന്നത്തെ നിലയിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി അംഗൻവാടികൾ വഴി നടത്തുന്നത്. അംഗൻവാടികൾ വഴി നടത്തുന്ന ഈ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വഴി കുട്ടികളുടെ ശാരീരിക വികാസം, അതിനു വേണ്ടിയുള്ള ചില ആക്ഷൻ സോങ്ങുകൾ വഴിയാണ് അത് സംഘടിപ്പിക്കുന്നത്. അവരുടെ ഭാഷാ വികസനത്തിന് വേണ്ടിയുള്ള തീം ചാർട്ടുകൾ ഉപയോഗിച്ച് ഭാഷാ വികസനം സാധ്യമാക്കുന്നു. സാമൂഹ്യ വികസനത്തിന് വേണ്ടി അത് കഥകളും പാട്ടുകളും വഴി അത് ലഭ്യമാക്കുന്നു. അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പസിലുകൾ വഴി അംഗൻവാടികളിൽ കളിപ്പാട്ടങ്ങൾ വഴി സംഘടിപ്പിച്ച് കൊടുക്കുന്നുമുണ്ട്. ഇതിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 52 തീം ചാർട്ടുകൾ അംഗൻവാടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരുന്ന സമയത്താണ് ഈ തീം ചാർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. അതോടൊപ്പം ഈ 10 രജിസ്റ്ററുകൾ ഉണ്ടായിരുന്നത് നമ്പർ കുറച്ച് അത് 10 രജിസ്റ്ററാക്കി നിജപ്പെടുത്തി അതിനുവേണ്ടിയുള്ള നടപടികൾ എടുത്തതും ഞാൻ അഡീഷണൽ ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന അവസരത്തിലാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, അംഗൻവാടി വർക്കറുടെ ജോലി വളരെ കഠിനതരമാണ്. അവർക്ക് അതനുസരിച്ചുള്ള വേതനം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. യഥാർത്ഥത്തിൽ അംഗൻവാടി വർക്കർമാരുടെ വേതനം 15,000 രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് ഡോക്ടർ MK മുനീർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. അത് ഇപ്പോഴും നടപ്പിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ വിലക്കയറ്റം ഉണ്ടായ ഈ സാഹചര്യത്തിൽ അംഗൻവാടി വർക്കർമാരുടെ ശമ്പളം 25,000-വും അംഗൻവാടി ഹെൽപ്പർമാരുടെ ശമ്പളം ഹോണറേറിയം ഒരു 23,000 ആയിട്ട് എങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്.
അതനുസരിച്ചുള്ള വർധന, ഇവയുടെ പകുതിയോളം തുക ലഭിക്കുന്ന തരത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഞാനീ പറഞ്ഞു വന്നത് അംഗൻവാടി വർക്കർമാർ ഒരുപക്ഷെ സംഘടിതരാണെങ്കിലും അവർ വിലപേശുന്നില്ല, ആശാ വർക്കർമാരെ പോലെ വിലപേശുന്നതില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞത്.